പടയപ്പയ്ക്ക് എന്താണ് പറ്റിയത്? നിങ്ങളായിരിക്കും ഇതെന്താ പടയപ്പനെ കുറിച്ച്? ബിക്കോസ് പടയപ്പയുടെ ലൈഫിൽ പ്രശ്നമില്ലായിരുന്നെങ്കിൽ അയാൾ ഹീറോ ആവോ? ഇല്ല. അയാൾ എങ്ങനെയാ ഹീറോ ആയത്? നമ്മുടെ മനസ്സിൽ അയാൾ എങ്ങനെയാ ഹീറോ ആയത്? അയാൾക്കൊരു പ്രശ്നം വന്നു, പക്ഷേ ആ പ്രശ്നത്തിൽ അയാൾ തളർന്നില്ല. അയാൾ അവിടെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വിശ്വസിച്ച് ഏറ്റവും കൂടുതൽ അയാളെ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് അയാൾ ഒരു ഹീറോ ആയി. അയാൾ തിരുമ്പി വന്നിട്ടേ. അതേപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെ ലൈഫും. നിങ്ങളുടെ ലൈഫിലെ ഹീറോ ആരാണ്? ഹീറോയിൻ ആരാണ്? നിങ്ങളുടെ ലൈഫിലെ ഹീറോയിൻ ആരാ? ദീപിക പടുക്കോണല്ല, പ്രിയങ്ക ചോപ്ര അല്ല. നിങ്ങളുടെ ലൈഫില് നിങ്ങൾ എല്ലാവരും, ഇപ്പം ഞാൻ 1 2 3 പറയുമ്പം നിങ്ങളുടെ സ്വന്തം പേര് അതെന്താണെങ്കിലും ഫുൾ പേര്, ഇപ്പൊ ഞാൻ ഐ ആം പേളി മാണി എന്ന് പറയുന്ന പോലെ നിങ്ങളെല്ലാവരും ഐ ആം ദ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ, ഐ ആം ആരാന്ന് പറയണം. ഓക്കെ, പേര് എല്ലാവരും ഒരുമിച്ച്. അങ്ങോട്ട് നോക്കണ്ട, ഭർത്താവിനേക്കും പോവാൻ പറ. 1 2 3. നിങ്ങളിപ്പോൾ പറഞ്ഞ ആ പേരുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഹീറോ, അതാണ് നിങ്ങളുടെ ഹീറോയിൻ. നിങ്ങളുടെ ലൈഫ് ഒരു മൂവി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ ഹീറോ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക? ഒരു ചാലഞ്ച് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക? എടാ ചെയ്യടാ, എടാ ഫൈറ്റ് ചെയ്യടാ, എഴുന്നേക്കടാ എന്ന് നിങ്ങൾ പറയില്ലേ? ടി വിനെ നോക്കി നിങ്ങൾ പറയില്ലേ? കമോണ്ടാ തിരിച്ചടിക്കടാ, കമോൺ തിരിച്ച് പറ, എടാ വർക്ക് ചെയ്യടാ. നിങ്ങൾ ആ ഹീറോനെ നോക്കി ആ ഒരു 2 hours മൂവിയിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ പറയില്ലേ? ഇതേപോലെ ലൈഫ് ലോങ് നിങ്ങളെ ലവ് മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ചെയ്യുന്ന ഒരു ഫാൻ ആയിരിക്കണം നിങ്ങൾ. നല്ലൊരു കൈയടി. ബി യോർ ബെസ്റ്റ് മോട്ടിവേഷൻ. നിങ്ങളുടെ അകത്ത് തന്നെ ഒരു നമ്മുടെ കോമ്പാക്ട് പൗഡറൊക്കെ പോലെ എന്താണ്, ഇപ്പം ഞാൻ ടച്ചപ്പിന് കുറച്ച് പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങാനും വേർക്കുകയാണെങ്കിൽ ഇപ്പം ഫുൾ മേക്കപ്പ് നമ്മൾ എടുക്കില്ല. പെണ്ണുങ്ങളോട് ഞാൻ പറയാണ്, നമ്മൾ എപ്പോഴെങ്കിലും ഫുൾ മേക്കപ്പ് കിറ്റ് എടുക്കുമോ? ടച്ചപ്പിനല്ല, ഒരു കുഞ്ഞു കോമ്പാക്ട് പൗഡർ എടുക്കൂ. അതേപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആര് ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണം. ആ ടച്ചപ്പ് ചെയ്യുന്നതിൻ്റെ സാധനങ്ങളാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ആർ യു റെഡി ടു ടച്ചപ്പ്? കെച്ചപ്പല്ല, ടച്ചപ്പ്. ടച്ചപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, എവിടെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. എവിടെയാണ് പ്രോബ്ലം? അല്ല, ഡാഡിയുടെ മൈക്ക് ഓണാണ് കേട്ടോ. എവിടെയാണ് പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് മുഖത്ത്, ഈ കവളിലാണ് പ്രോബ്ലം എങ്കിൽ അവിടെയാണ് ടച്ചപ്പ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മളെ പിടിച്ച് താഴേക്ക് വലിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുക. ആ വേർഡ്സ് ആണ് നമ്മൾ റീപ്രോഗ്രാം ചെയ്യേണ്ടത്. ഡാഡി നേരത്തെ പറഞ്ഞു, ചിലർക്ക് സ്റ്റേജിൽ കയറാൻ ചിലർക്ക് പേടിയുണ്ടാവും. ഇപ്പം എനിക്ക് തന്നെ റീസെൻ്റായിട്ട് എനിക്കുണ്ടായിരുന്നൊരു ഇഷ്യൂ. നിലു ബേബി ചില സമയത്ത് ഫുഡ് കഴിക്കില്ല. എന്ത് ചെയ്യില്ല? ഫുഡ് കഴിക്കില്ല. അപ്പോൾ ആസ് എ മദർ, അമ്മമാർക്ക് മനസ്സിലാവും, ഈ പിള്ളേർ കഴിച്ചില്ലെങ്കിൽ ഫുള്ള് നമുക്കാണ് ടെൻഷൻ. അപ്പുറത്തെ വീട്ടിൽ ആൻറ്റിക്ക് പറയാം, ഭർത്താക്കന്മാർക്കൊന്നും അവർ കഴിച്ചോളും, വിശക്കുമ്പോൾ കഴിക്കുന്നൊക്കെ അവർക്ക്. പക്ഷെ അമ്മമാർക്കറിയാം, ഇത് ഇന്നലെ കഴിച്ചിട്ടില്ല, ഇന്നും കഴിച്ചിട്ടില്ല, ഇന്ന് കഴിപ്പിച്ചേ ഞാൻ വിടൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇത് വരും. ഈ സമയത്ത് ഇതെങ്ങനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാം? ബിക്കോസ് ഇത് എൻ്റെ മൂഡ് കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? മൂഡ് ഔട്ട് കംപ്ലീറ്റ്ലി. മനസ്സിലായി? ഇപ്പം ഞാൻ അങ്ങനത്തെ ആളെ അല്ല. ഇപ്പം ഞാനൊരു ദിവസം ആലോചിച്ച് ഇതെങ്ങനെ നമുക്ക് ഇപ്പം ഞാനൊരു സിനിമ നടിയാണല്ലോ, എൻ്റെ സിനിമയിലെ ഹീറോയിൻ ഞാനാ. അപ്പം ഹീറോയിൻ ഇത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണം. ആദ്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കി, ഹൗ ടു ബി എ ഗുഡ് മദർ, ഫീഡിങ് ഓഫ് ദ കിഡ് ഓഫ് ദ, ഹൗ ടു കൊഞ്ചി അടിക്കാണ്ട് എങ്ങനെ വളർത്താം എന്നൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പം കുറേ ആൻസർ കിട്ടി. അതൊന്നും എനിക്ക് തൃപ്തിയായില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു, നിലുവിന് ഇഷ്ടമുള്ള സാധനം എന്തൊക്കെയാ, നിലുവിന് ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഞാൻ അവളിനെ എൻ്റർടൈൻ ചെയ്യാൻ നോക്കി. ഐ ട്രൈ ടു ഡൂ തിങ്സ് മൈ വേ. മാക്സിമം ഞാൻ എന്നെ ഹാപ്പി ആക്കിയിട്ട് വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. അപ്പോൾ അവൾ ഹാപ്പിയായി.
ഞാൻ നേരത്തെ ചെയ്തിരുന്ന മിസ്റ്റേക്ക് അവളെ ഞാൻ ഫോഴ്സ് ചെയ്യും. കഴിക്കുന്നില്ലോ, കഴിക്കടാ എന്നൊക്കെ വേണ്ടി നമ്മൾ വോയിസ് റേസ് ചെയ്യുമ്പോൾ അവർക്കും ദേഷ്യം വരും. അതേപോലെ നമ്മളെപ്പോൾ കാമാവുന്നു നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ മിററിങ് ചെയ്യും. മിറർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഞാൻ ചെയ്യുന്നത് മിറർ അതേപോലെ ചെയ്യും. കൊച്ചുങ്ങളും അതുപോലെയാണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ, എപ്പോഴും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഫ്രണ്ട്സ് ഇങ്ങനെ എടാ എന്തൊക്കെയുണ്ടടാ, അപ്പം നമ്മൾ എന്തും പറയടാന്ന് പറയും ഒരേപോലെ. സോ ഇതിനെയാണ് മിററിങ് എന്ന് പറയുന്നത്. അതായത് ഒരേ വൈബ്രേഷനിൽ നമ്മൾ എത്തുകയാണ്. ഇതാണ് നമ്മളുടെ മനസ്സിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ നമ്മളാവേണ്ടത്. നമ്മുടെ മനസ്സ് ഭയങ്കര റിലാക്സ്ഡ്, ഭയങ്കര ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തോട്ട് പോയി വീഴും.